നമസ്കാരം. PS ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാ കൂട്ടുകാരും ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ കണ്ടിനോ? അതിന് 2 ക്വസ്റ്റ്യൻ, കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ. അതിന് ഉത്തരം എന്താക്കുക, നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇന്നലത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താക്കുക, ഇതിന് ഉത്തരം അറിയാമെങ്കിൽ എന്താക്കുക, ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നലത്തെ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം എന്താണ് 2025 എല്ലാ ഡെയിലി ഓരോ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് കാണുക. അതുപോലെ എന്താണ് നമ്മുടെ രാവിലെ 8 മണിക്ക് നിങ്ങൾക്ക് നമ്മുടെ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സും ലഭ്യമാണ്. അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്, ഇന്നലത്തെ ചോദ്യമാണ്, നമ്മൾ ചർച്ച ചെയ്ത ചോദ്യമാണ്. എൻ്റെ ചോദ്യം ഇതാണ്: കേരളത്തിലെ എത്രാമത് ഗവർണറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റത്? എന്താണ്? കേരളത്തിൻ്റെ എത്രാമത് ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എന്താണ്? സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എന്താക്കുക, എല്ലാവരും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അറിയുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 4 അല്ലേ? നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 4 2025 ചോദ്യമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജനുവരി 4 പ്രത്യേകത എന്താണ്? അത് ലോക ബ്രെയിലി ദിനമല്ലേ? ലോക ബ്രെയിലി ദിനമാണ്. ഏത്? ജനുവരി 4 ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമായതുകൊണ്ടാണ് ജനുവരി 4 ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ്? ലൂയിസ് ബ്രെയിലി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് നമ്മുടെ PSC ട്രിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇനി പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്ന് പഠിച്ചു. എന്താണ്? തേജസ് ആൻഡ് താര. എന്താണ്? തേജസ് ആൻഡ് താര. പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ എന്താണ്? തേജസ് ആൻഡ് താരയാണല്ലേ? എങ്കിൽ ഓൾറെഡി PSC കഴിഞ്ഞ പരീക്ഷ ചോദിച്ചാണ്. പ്രഥമ കൊക്കോ വേൾഡ് കപ്പിൻ്റെ വേദി ഇന്ത്യയിലെ ന്യൂഡൽഹി അല്ലേ? ഇന്ത്യയിലെ ന്യൂഡൽഹി. അപ്പം ചോദിച്ചത് ഇന്ത്യ എന്നായിരുന്നു. പ്രഥമ കൊക്കോ വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. പങ്കെടുക്കുന്ന ആകെ രാജ്യങ്ങൾ എത്രയാണ്? 24. എത്രയാണ്? 24. പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് വേദി ഇന്ത്യയാണ്. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 24. ഓക്കെ അല്ലേടാ? ഇനി ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? അത് D. ഗുകേഷ് ആണ് കേട്ടോ. ആരാണ്? D. ഗുകേഷ്. ഒന്നും കൂടി പറയാം. ജനുവരി 4 ലോക ബ്രെയിലി ദിനം. ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമാണ്. പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ തേജസ് ആൻഡ് താര. പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് വേദി ഇന്ത്യയാണ്. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 24. ഇനി ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് D. ഗുകേഷ് അല്ലേ? D. ഗുകേഷ്. നെക്സ്റ്റ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച നടൻ ടൊവിനോ തോമസ് അല്ലേ? ഏത് സിനിമ? 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചത്? നടൻ ടൊവിനോ തോമസ്. മികച്ച നടൻ ടൊവിനോ തോമസ് ആണ്. JC ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് ചലച്ചിത്ര പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? യെസ്, ടൊവിനോ തോമസിന്. എങ്കിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അഞ്ജന പ്രകാശ്. ഏത്? പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമ. എന്താണ്? അഞ്ജന പ്രകാശ്, പാച്ചുവും അത്ഭുത വിളക്കും. എങ്കിൽ മികച്ച ചിത്രമാണേത്? 2018 എവരിവൺ ഈസ് എ ഹീറോ. എന്താണ്? മികച്ച ചിത്രം 2018. മികച്ച സംവിധായകനാണ് അഖിൽ സത്യൻ. ആരാണ്? മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. ഓക്കെ അല്ലേ? അപ്പം JC ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് ചലച്ചിത്ര പുരസ്കാരം. മികച്ച നടൻ ടൊവിനോ തോമസ്. ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. ആ 2018 തന്നെ എന്നിട്ട് മികച്ച ചിത്രത്തിനുള്ള അവാർഡും എന്ത് കിട്ടി? യെസ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് ചലച്ചിത്ര പുരസ്കാരവും 2018 കിട്ടി. മികച്ച നടി അഞ്ജന പ്രകാശ്, മികച്ച സംവിധായകൻ അഖിൽ സത്യൻ അല്ലേ? എങ്കിലേ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രകാശനത്തിന് ഒരുങ്ങുന്ന കവിതാ സമാഹാരമാണ് ഇത്? മനോരഥം. അപ്പം മനോരഥം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? കലാമണ്ഡലം ഗോപി. ആരെഴുതി? കലാമണ്ഡലം ഗോപി അല്ലേ? നെക്സ്റ്റ് ആണ്, മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ചെടുത്തതാരാണ്? ഏത് IIT ആണ്? IIT ബോംബെ ആണ് കേട്ടോ. എന്താണ്? IIT ബോംബെ.
മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ചെടുത്തത് IIT ബോംബെ ആണ്. ഇതാണ് IIT ബോംബെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അർബുദ രോഗബാധിതയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്താരാണ്? അത് IIT ഗുവാഹത്തി എന്നാണ്. IIT ഗുവാഹത്തി. എന്താണ്? അർബുദ രോഗബാധയ്ക്കുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് എന്താണ്? ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്തത് IIT ഗുവാഹത്തിയാണല്ലേ. IIT ഗുവാഹത്തി. എങ്കിൽ 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രസിദ്ധ പത്രാധിപരും ഗ്രന്ഥകാരനുമായ വ്യക്തിയാണ് ആര്? എസ് ജയചന്ദ്രൻ നായർ. എന്താണ്? 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രസിദ്ധ പത്രാധിപരും ഗ്രന്ഥകാരനുമായ വ്യക്തിയാണ് ആര് കൂട്ടുകാരെ? അത് നമ്മുടെ എസ് ജയചന്ദ്രൻ നായരാണല്ലേ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഉപ്പായി മാപ്പിള എന്താണ്? ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച MV ജോർജ് എന്ന കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട്ട് അന്തരിച്ചു. എന്താണ്? ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച MV ജോർജ് എന്ന കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് അന്തരിച്ചു. അപ്പം ജോർജ് കുമ്പനാട് എന്താണ്? ഒരു കാർട്ടൂണിസ്റ്റ് ആണല്ലേ. കാർട്ടൂണിസ്റ്റ്. ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? അത് ജോർജ് കുമ്പനാടാണ്. ഓർത്തിരിക്കുക. ഓക്കെ അല്ലേടാ. ഇനി ഗുജറാത്തിലെ 34ാമത് ജില്ലയെ പ്രഖ്യാപിച്ചതെന്നാണ്? വാവ് തരാട്. എന്താണ്? വാവ് തരാട്. എന്താണ് കൂട്ടുകാരെ? വാവ് തരാട്. എന്താണ്? വാവ് തരാട്. ഗുജറാത്തിലെ 34ാമത് ജില്ലയെ പ്രഖ്യാപിച്ചത് വാവ് തരാട്. ഗുജറാത്തിലെ 34ാമത് ജില്ലയെ പ്രഖ്യാപിച്ചത് വാവ് തരാടാണ്. എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. നെക്സ്റ്റ്, നാനോ റോബോട്ട് എന്ന കുഞ്ഞൻ റോബോട്ടുകൾ കണ്ടുപിടിച്ചവരാണ്? അത് സ്കോട്ട്ലാൻഡ് എഡ്വിൻബർഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനാണ് കേട്ടോ. എന്നാണ്? സ്കോട്ട്ലാൻഡ് എഡ്വിൻബർഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനാണ് ആര്? നാനോ റോബോട്ട് എന്ന കുഞ്ഞൻ റോബോട്ടുകളെ കണ്ടെത്തിയത്. എങ്കിൽ തദ്ദേശ വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ആപ്പാണ് സ്മാർട്ട് ആപ്പ്. എന്താണ്? സ്മാർട്ട് ആപ്പ്. തദ്ദേശ വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന ആപ്പാണ് സ്മാർട്ട് ആപ്പ്. ഓക്കെ അല്ലേ. അപ്പം എന്താണ്? ചെറിയൊരു വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മൾ എന്താക്കുക, നിങ്ങൾക്ക് ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൃത്യമായിട്ട് എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ ബൈ ബൈ. സീ യു.